ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചക്കയും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്, അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിൽ ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചപ്പാത്തിയുടെ ഒരു പരുവല്ല, അതിലും ലൂസായിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നന്നായിട്ട് കുഴയ്ക്കട്ടെ. നന്നായിട്ട് കുഴച്ചാലാണ് ഈ ഒരു മാവിന് നന്നായിട്ട് മാർദ്ദവം കിട്ടുക. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴയ്ക്കുക, എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അട കിട്ടുക. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അത് നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ചേർക്കാം. തേങ്ങ ചേർക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു, നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്തത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു മാവ് കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ആ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു ഉരുള മാവ് എടുത്തിട്ട് നല്ല വാഴയിലയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വാഴയില നന്നായിട്ട് തുടച്ചിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് നമുക്ക് ഈ ഒരു ഇലയിൽ പരത്തിയെടുക്കണം. അപ്പോൾ എത്രത്തോളം നമുക്ക് നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക. അപ്പോൾ അത്രത്തോളം സോഫ്റ്റായിട്ടുള്ള ആ സ്നാക്ക് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഇലയുടെ അത്രത്തിന് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. കൂടുന്തോറും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ശർക്കരയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ട് മടക്കിയെടുക്കുക. ഇനിയിപ്പം ഇല പൊട്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്ടിയതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മടക്കിയപ്പോൾ ഇല പൊട്ടിയിട്ടൊന്നുമില്ല. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിലാണ് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുക. ഇനി പരത്താൻ നേരത്തെ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് തടവാട്ടോ. എന്നിട്ട് പരത്താണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ടിൽ പരത്തിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റോളം നമ്മൾ ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് തയ്യാറായി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ആ ഒരു ഗോതമ്പ് പൊടിയും ചക്കയും കൂടെ കുക്കായിട്ട് വന്നിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഗോതമ്പ് പൊടിയും ചക്കയും തേങ്ങയും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്